രാജേന്ദ്രൻ ഡൽഹിയിൽ പോകുമെന്നോ പ്രകാശ് ജാവ്ദേക്കറോട് കൂടിക്കാഴ്ച നടത്തുമെന്നോ ഏതെങ്കിലും തരത്തിൽ അതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തിന് അറിയേണ്ട കാര്യം പാർട്ടി നേതൃത്വം അറിയും. പാർട്ടി അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അന്വേഷിക്കും അറിയും. അങ്ങനെ അറിയുന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ബിജെപിയിലേക്ക് പോകുന്നത് പറഞ്ഞ് പ്രചരണം നടക്കുന്നു. അതിനിടയിൽ അത് പ്രചരണം നടക്കേണ്ടത് ഇത്തരം ഒരു സന്ദർശനം അപ്പോൾ അത് കൂടുതലായി ഇതൊന്നും ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമല്ല. ഇത് ഒരു കാരണവശാലും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഈ വാർത്തയുടെ പിന്നാലെ ഒന്നും പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്. ഊഹാപോഹത്തിന് പിന്നാലെ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ വരുന്ന വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ്. അത് ആ നില വരുമ്പോൾ ഞങ്ങൾ അപ്പം നേരിടുവാൻ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രാജേന്ദ്രനെ നേരിടുമെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ബ്രേക്ക് ന്യൂസ് കൊടുക്കരുത്. അത് വരുന്ന സമയത്ത് നോക്കാം. ഏതാ എന്തിനീ പാർട്ടിക്ക് താർക്ക സമ്മർദ്ദത്തിന് വല്ല പ്രസക്തിയുണ്ടോ? ഒരു കാര്യമില്ലത്. ഈ പാർട്ടി ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നതോ ഈ പാർട്ടി അതിന് വ്യക്തിപരമായ ആരുടെ ഇഷ്ടാനുസരിച്ച് നിൽക്കുന്നതല്ല. ഈ പാർട്ടിക്ക് വളരെ വ്യക്തമായ അലിഖിതമായ സംഘടനാ തത്വങ്ങളുണ്ട്, നയമുണ്ട്, സമീപനമുണ്ട്, പരിപാടിയുണ്ട്. അതനുസരിച്ചുള്ള നിലപാടുമായിട്ട് ഞങ്ങൾ പോകും. ഈ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയതിനു ശേഷം പാർട്ടി നേതൃത്വമായിട്ട് രാജ്യത്തിന് ബന്ധപ്പെട്ട് എന്തിനു വിളിക്കണം? ഞാൻ മുമ്പേ ചോദിച്ചാലേ നിങ്ങളോട് പറഞ്ഞോ ഞാൻ BJP പോകുമെന്ന് പറഞ്ഞോ? ഞങ്ങൾക്ക് അതിന് ഊഹാപോഹത്തിന് അടിസ്ഥാനം ഇല്ലെന്ന്. ഞങ്ങളെന്തിനാ രാജ്യത്തിനെ ഉത്കണ്ഠയോടുകൂടി വിളിക്കുന്നത്? ഒരാവശ്യമില്ല. വിളിക്കുകയോ പറയേണ്ടോ ചെയ്യുന്ന സന്ദർഭമാകുമ്പോൾ തോന്നും വിളിക്കും, അത്രേ ഉള്ളൂ. എന്തിനു ഉത്കണ്ഠ? ഈ പാർട്ടിക്കകത്ത് ചെയ്യുന്ന ആളുകൾ ഒരു ഉത്കണ്ഠ ഞങ്ങൾക്കില്ലെന്ന്. ഞങ്ങൾക്കിത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ ഈ ഉത്കണ്ഠയില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? BJP അധികാരത്തിൽ മാറ്റി നിർത്തണം, കോൺഗ്രസിനെ കേരളത്തിൽ പരാജയപ്പെടുത്തണം, ഇന്ത്യയിൽ ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവണം, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തണം. അതിന് പര്യാപ്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറമായിട്ടുള്ള ഒരു ഉത്കണ്ഠ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇടയിൽ 15 കൊല്ലം MLA ആയ ആള്, 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾ പറഞ്ഞു മനസ്സിലായില്ലേ? അത് അങ്ങനെ ഒരാൾ പോയാൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ്. ഒരു പാർട്ടിയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകാൻ അത്രേ ഉള്ളൂ. CPM ഇതിനു മുമ്പ് എത്രയോ ആളുകൾ പരിണപ്രജ്ഞരായി എത്രയോ ആൾ പോയിട്ടുണ്ട്. CPM വല്ല സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുന്നുള്ള യാതൊരു ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. രാജേന്ദ്രൻ ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ നടപടി നിൽക്കുന്ന ഒരു സഖാവ്, ആ നടപടിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അയാൾ നേരത്തെ ട്രേഡ് യൂണിയൻ മേഖലയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്ലാന്റേഷൻ മേഖലയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കാൻ ആ രംഗത്തിൽ നിന്നൊന്നും ഞങ്ങൾ ഒഴിവാക്കിയൊന്നും നിർത്തിയിട്ടില്ല. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നാണ് ആ സഖാവിൻ്റെ ഒരു നടപടി. ആ നടപടിയുടെ ഘട്ടം കഴിയുമ്പോൾ ആ നടപടി ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിലപാടെത്രേ ഉള്ളൂ. ഓക്കെ.